സാറിന്റെ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവായ KM ഷാജി അല്ലേ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ യൂത്ത് ലീഗിലേക്ക് സ്വാഗതം ചെയ്തത്? നിങ്ങളൊരു ഉത്തരവാദിത്തമുള്ള നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഭീകരവാദത്തെ, ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ നിങ്ങളുടെ നേതാവ് രാജ്യം ആ ഭീകര സംഘടനയെ നിരോധിച്ചപ്പോൾ നിങ്ങളൊരു സർക്കുലർ അല്ലേ ഇറക്കേണ്ടത്? ഒരു കാരണവശാലും മുസ്ലിം ലീഗിന്റെ പാർട്ടിയിലേക്കോ യൂത്ത് ലീഗിലേക്കോ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇത് കൊടുക്കരുത്, മെമ്പർഷിപ്പ് കൊടുക്കരുത്. കാരണം സാർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിന്റെ തലച്ചോറുകളാണ്, പ്ലാൻ ചെയ്യുന്നവരാണ്, പണം കണ്ടെത്തുന്നവരാണ്, റോ മെറ്റീരിയൽ കൊടുക്കുന്നവരാണ്, അത് ചിലവഴിപ്പിക്കുന്നവരാണ്. പക്ഷെ അവർ ട്രെയിൻ ചെയ്യിച്ച ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഭീകരവാദികൾ എവിടെയാണ് സാർ? അവരെവിടെ പോയി സാർ? അവർ യൂത്ത് ലീഗിലുണ്ട് സാർ. അവരെ നിങ്ങളുടെ നേതാവ് വിളിച്ചു കയറ്റിയത്. എന്നിട്ട് നിങ്ങൾ തീവ്രവാദത്തെ പറയുന്നത് കപടതയല്ല സാർ. നിങ്ങൾ ആദ്യം പുറത്താക്കൂ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നിങ്ങളുടെ യൂത്ത് ലീഗിലേക്ക് വന്നിട്ടുള്ള പ്രവർത്തകരെ പുറത്താക്കിയിട്ട് വേണം സാർ ഇത്തരത്തിൽ സംസാരിക്കുവാൻ. നിങ്ങളാണ് ഭീകരവാദത്തിന് വളം വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ മിതവാദികളുടെ വേഷം അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നു. നിങ്ങളുടെ ശബ്ദത്തിലുണ്ടായ മാറ്റമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നിങ്ങളുടെ പാർട്ടിയിൽ വന്നതിൽ പിന്നെയാണ് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്ക് വന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് സാർ പബ്ലിക്കായിട്ട് റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ചോണ്ട് പോയത്. പിന്നെ എങ്ങനെയാണ് സാർ നിങ്ങൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ശ്രീ വാണിമേൽ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുവരവ് അങ്ങേയറ്റം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കുമളി സംഭവം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. IS-ന്റെ സ്ലീപ്പർ സെൽ അടക്കം പ്രവർത്തിക്കുന്ന എന്ന രീതിയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കേരളത്തെ സംബന്ധിച്ചുണ്ട്. മാഡം എനിക്ക് സംസാരിക്കുന്ന നിയന്ത്രണം എന്തറിയോ? അയാള് പീറ്റർജി പറഞ്ഞ കാര്യം, ഷാജി ആദ്യമായിട്ട് പീറ്റർജി ഷാജിയെ കുറിച്ച് പഠിക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സര രംഗത്ത് തീവ്രവാദികളുടെ വോട്ടിന് വേണ്ടെന്ന് പറയാൻ ത്രാണിച്ചം കാണിച്ച രാഷ്ട്രീയക്കാരനാ ഷാജി. മനസ്സിലാക്കണം നിങ്ങൾ. തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നിന്നിട്ട് അദ്ദേഹം ജയിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്? പോപ്പുലർ ഫണ്ട് സ്വീകരിക്കുകയല്ല ചെയ്തത്, പോപ്പുലർ ഫണ്ടിന്റെ ആളുകളെ ക്ഷണിക്കുകയല്ല ചെയ്തത്. പോപ്പുലർ ഫണ്ടിന്റെ ആളുകൾ അവരുടെ ധാരണകൾ മാറ്റി, ചിന്താഗതി മാറ്റി, അക്രമവാസനകൾ മാറ്റി പൂർണ്ണമായും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ വാക്തകളാക്കി മാറിയാൽ അവർക്ക് ലീഗിലേക്ക് വരാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷാജിയെ നിങ്ങൾ ആ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഷാജിയെ പോലെ ഇവിടെ ഒരു ചർച്ചാ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല.